Hi friends, I am Taslima. In this video, we will share vintage dairy and vintage dairy tools. We will video upload this video. That include video include പിന്നെ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് മഴക്കാലത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഓർഡറിനെ ഹാൻഡിൽ ചെയ്തതെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് എനിക്ക് ഓർഡേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ്. ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം കമൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഒരുപാട് മെസ്സേജസ് ഡൗട്ടായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുവിധം നമ്മളതൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വിൻറ്റേജ് ഡയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ കോഫിയുടെ വെള്ളം. അത് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ സാധാരണ കോഫി പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ തേയില ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടും അങ്ങനെ നമുക്ക് സ്റ്റെയിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. പിന്നെ നമ്മൾ പൊടി കോഫി പൗഡർ യൂസ് ചെയ്യുന്നെങ്കിൽ അത് നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് തരി ഉണ്ടാവും പുറത്ത്. അപ്പോൾ അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാലൊന്ന് തട്ടി കൊടുത്താൽ മതി. അത് ബ്രഷ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചായേൻ്റെ വെള്ളമാണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മൾ സാധാരണ ഇൻസ്റ്റൻറ്റ് കോഫി കിട്ടില്ലേ, ചെറിയ പാക്കറ്റുകൾ കിട്ടും. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് മുക്കിയെടുത്താൽ തന്നെ ഒരു പ്രശ്നമില്ല. പൊടി വരുമ്പോൾ മാത്രമാണ് നമുക്ക് തട്ടി കൊടുക്കാനുണ്ടാവുക. നമ്മൾ ഈ ഒരു 3 ഡയറി നമ്മൾ നല്ല മഴയുള്ള ടൈമിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് 2 ഡയറി കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു ഡയറിയും കൂടെ 3 ഏകദേശം ഒരുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ചെറിയ കവറിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. മഴക്കാലത്ത് നമുക്ക് ഈ ഒരു ഡൈ ചെയ്ത പേപ്പേഴ്സ് ഒന്നും നിവർത്തിയിട്ടിട്ട് ഉണക്കിയെടുക്കാനൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്ലൈവുഡിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലെയറായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പ്ലൈവുഡിൻ്റെ പീസ് ആകുമ്പോൾ നമുക്ക് മഴയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉള്ളിലേക്ക് വെക്കണമെങ്കിലും ഒക്കെ ഈസി ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിട്ടിട്ടാണ് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ ഒറ്റി വീഴുന്ന ആ ഒരു ഇത് മാറിക്കഴിഞ്ഞപ്പോൾ ഉള്ളിലോട്ടിട്ടിട്ട് വീടിൻ്റെ ഉള്ളിലോട്ടിട്ടിട്ട് നമ്മൾ ഫാനിലാണ് ബാക്കി ഉണക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണക്കിയെടുക്കുമ്പോൾ നമുക്ക് റൂമിലിടുമ്പോൾ നമുക്ക് നിവർത്തിയിടാമല്ലോ. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലിങ്ങനെ വെള്ളം ഒറ്റി വീഴുമ്പോൾ നമ്മൾ വൈറ്റാണ് ഫ്ലോറുള്ളത്. അപ്പം നമുക്കിങ്ങനെ അതിൻ്റെ കറ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വെള്ളം ഒറ്റുന്ന ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രം ഉള്ളിലോട്ടിട്ടിട്ട് നിവർത്തിയിട്ടിട്ട് ഉണക്കിയെടുത്താൽ മതി. പിന്നെ ചുളിവ് വീണതൊക്കെ നമുക്ക് നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രം നിവർത്തുക. പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അയൺ ചെയ്തിട്ട് നിവർത്തേണ്ട ചുളിവുകൾ അങ്ങനെയും ചെയ്ത് നിവർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുമ്പൊന്നും ആരും അത് നിവർത്താൻ ശ്രമിക്കരുത്, അപ്പോൾ കേടായിപ്പോവും. ഇനി നമ്മൾ ഡയറി ബൈൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കെട്ടുകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ 2 സൈഡിലേക്ക് 3 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നടുക്കുള്ള ആ ഒരു ഭാഗത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യണം, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് 2 പോയിൻറ്റ് 3 പോയിൻ്റ് ഒക്കെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 3 പോയിൻ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പോയിൻറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് CD മാർക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിൻറ്റ്സിൻ്റെ നീളത്തിൽ താഴേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ കെട്ടുകളാക്കുന്നത് എങ്ങനെയെന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 100 പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ 100 പേപ്പർ മീൻസ് 100 പേജസാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഓരോ കെട്ടിലും 5 പേപ്പർ വീതം വെക്കുക. എന്നിട്ടാണ് നമ്മൾ ഒരു കെട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്കൊരു കെട്ടിൽ 10 പേപ്പർ ഉണ്ടാവും. നമ്മൾ നടുക്ക് ഇങ്ങനെ മടക്കിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കെട്ടിൽ നമുക്ക് 10 പേപ്പർ വീതം ഉണ്ടാവും. ഈ ഒരു ഡയറി 140 പേജിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കെട്ടിൽ 6 വെച്ചിട്ടുണ്ട്. നോർമലി നമ്മൾ ചെയ്യാറുള്ളത് 100 പേജസാണ്. പക്ഷേ ചിലപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് 140 അങ്ങനെ പേജസ് എക്സ്ട്രാ പറയുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന കെട്ടുകളിൽ പേപ്പേഴ്സ് അധികം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെപ്പോഴും ഡയറിക്ക് 10 കെട്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ആ 10 കെട്ടിൽ നമ്മൾ ഇതേപോലെ എക്സ്ട്രാ വരുമ്പോൾ ആ ഓരോ കെട്ടിലും എക്സ്ട്രാ പേജസ് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ 5 പേപ്പേഴ്സാണല്ലോ ഒന്നിലെടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ എക്സ്ട്രാ പേജസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ബൈൻഡിങ് നേരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റത്തെ അത് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ഭാഗങ്ങളിൽ എനിക്ക് വീഡിയോ കിട്ടാതൊക്കെ പോയപ്പം സ്കിപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നീഡിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ ഈസി ആണെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് 1 2 ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് വന്നോളും. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ 5 പേപ്പേഴ്സൊന്നും എടുക്കണ്ട. ഒരു 3 പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു കെട്ടിൽ 3 പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യുക. കാരണം ഇതിങ്ങനെ സൂചി വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഹോൾട്ട് കൊടുക്കാനൊക്കെ 3 എണ്ണമൊക്കെ വെക്കുമ്പോഴാണ് ഈസി ആയിട്ടുണ്ടാവുക. അപ്പോൾ ചെറിയ ബുക്കൊക്കെ ബൈൻഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക.
ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഉള്ളിലാണ് നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കുന്നത്. കെട്ടിട്ടിട്ട് നമ്മൾ ആ നൂലിനെ താഴേക്കാണ് എടുക്കുന്നത്, പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബൈൻഡിങ് ചെയ്യാൻ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റിച്ചിങ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് ബുദ്ധിമുട്ടായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചുകൾ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കെട്ടാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് എടുത്ത ആ നൂലിനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇനി അതൊന്ന് തുന്നിയെടുക്കുകയാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ചെയ്തതിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ സെക്കൻഡ് ചെയ്യുന്നത്. സെക്കൻഡിൽ നമ്മൾ രണ്ടാമത്തെ ആ ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ബൈൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നൂലിൻ്റെ ഉള്ളിലൂടെ രണ്ട് സൈഡിലേക്ക് പോകുന്ന നൂലിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഈ ഒരു ഹോളിലൂടെ തന്നെ നമ്മൾ താഴേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഒക്കെ ചെയ്തെടുക്കുന്നത്, ബാക്കിയുള്ള എല്ലാ കെട്ടുകളും നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മനസ്സിലാവാണ്ട് പോകണ്ട വിചാരിച്ചിട്ട് കുറച്ചുകൂടെ റിപ്പീറ്റ് ചെയ്ത് 2ഉം 3ഉം കെട്ടുകൾ വെക്കുന്നതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ മുമ്പത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ചെയ്തത്. കാരണം ചില ആൾക്കാർക്ക് ഇത് സെയിൽ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ് ആണ് ഫസ്റ്റ് ബുദ്ധിമുട്ടായി തോന്നുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ബൈൻഡിങ് അവസാനിപ്പിക്കുമ്പോൾ ഉൾഭാഗത്തേക്ക് ഇട്ടിട്ടാണ് കെട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ആ നൂല് പുറത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. മുമ്പ് ചെയ്തിട്ടുള്ള വിൻറ്റേജ് ഡയറിയുടെ വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയും കൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ പേജസ് ഒക്കെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തൊന്നുമില്ല കേട്ടോ. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഡാമേജായി പോകുമ്പോൾ ആ സങ്കടം വരികയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമുക്കും ഒരുപാട് പേപ്പേഴ്സ് കേടായി പോകും. അപ്പോൾ അതൊന്നും നോക്കാണ്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ ആഗ്രഹമുള്ളതിൽ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. കാരണം അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് ശരിയായി വരിക. മഴയുള്ള ടൈമിലൊക്കെ ഒരുപാട് ഡാമേജ് വരും പേപ്പേഴ്സിന്. കാരണം നമ്മളിങ്ങനെ ലെയറായിട്ടിടുമ്പോഴും ഒക്കെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത പേപ്പേഴ്സ് ഒരുപാട് വേസ്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമുക്ക് ചെറിയ സ്ക്രാപ്പ് ബുക്ക് അതുപോലെ ബാക്കിയുള്ള എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഡാമേജ് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ എടുത്ത് വെക്കുക. ആ ഡാമേജ് ആയിട്ടുള്ള പേപ്പേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ പേപ്പേഴ്സ് ഒന്നും കളയണ്ട, അതൊന്നും വേസ്റ്റ് ആയി എന്ന് വിചാരിക്കേണ്ട, അതൊക്കെ എടുത്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ള കവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കവർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സ്ക്രാപ്പ് ബുക്കിനൊക്കെ യൂസ് ചെയ്യുന്ന യെല്ലോ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ലെതർ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കധികം ഞാൻ ലെതർ വെച്ചിട്ട് ചെയ്യട്ടെ ചോദിക്കുമ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിന് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ഓർഡേഴ്സും ഇതാണ് ചെയ്യാൻ കിട്ടാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെയാണ് ഡയറി ചെയ്യുക, പക്ഷേ ഒന്നുകൂടെ ഈസിയാണ്. നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ലെതർ വെച്ചിട്ട് ഇതിന് മുകളിൽ കവർ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ യെല്ലോ ബോർഡ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബുക്കൊക്കെ പൊതിയുന്ന പോലെ തന്നെ നമ്മൾ സ്ക്രാപ്പ് ബുക്കിൻ്റെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ വെക്കുന്ന ഈ ഒരു പീസും നമ്മൾ അതുപോലെ തന്നെയാണ് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ പീസായതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളിലേക്ക് നമുക്ക് പേപ്പർ ഫോൾഡ് ചെയ്യാനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനി ഫോൾഡ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബുക്കൊക്കെ പൊതിയില്ലേ, അതുപോലെ പൊതിഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ എൻ്റെയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് പൊതിഞ്ഞെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം ഗ്ലൂ വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുക, അത് നമ്മൾ ഗ്ലൂവും വാട്ടറും മിക്സ് ചെയ്ത വെള്ളം കൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് ഡ്രൈ ആയതിനു ശേഷം ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ് റെഡിയാക്കുകയാണ്. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് പേപ്പർ പാക്കിൽ നിന്നാണ്. അപ്പോൾ വിൻറ്റേജ് ഡയറിക്ക് പറ്റുന്ന ഒരു പിക്ചർ കണ്ടപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത ആ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല.
അപ്പോൾ അതൊരു നമ്മൾ വിൻറ്റേജ് ഡയറിക്ക് വെക്കുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കത്രികൻ്റെ സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എൻഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത പോലെ അല്ലാത്തൊരു ഫീൽ വരും. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള സ്റ്റിക്കേഴ്സിലൊക്കെ നമ്മൾ ഗോൾഡിനും മെറ്റാലിക്കും കളേഴ്സ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു മെറ്റാലിക് ഫിനിഷ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഇത് മെറ്റാലിക് ഫിനിഷുള്ള പേപ്പേഴ്സ് ഒന്നുമല്ല. ഞാനിതിൽ മെറ്റാലിക് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ ഫെവിക്കോളും അതുപോലെ തന്നെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പേര് എഴുതാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഡാമേജ് ആയ ഒരു പേപ്പറിൻ്റെ സൈഡ് എടുത്തിട്ട് അതിലാണ് പേര് എഴുതിയിട്ടുള്ളത്. അതിൽ നമ്മളിങ്ങനെ ഫ്ലെയിം കാണിച്ചിട്ട് അതിൻ്റെ എൻഡൊക്കെ ഒന്ന് ഡാർക്കെയും ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു നമ്മളിങ്ങനെ പിന്ന് വെച്ചിട്ട് ചെയ്ത പോലെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഹാഫ് ബീഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് സ്റ്റിക്കേഴ്സ് മാത്രമായിട്ട് ആദ്യം വെച്ച് നോക്കുക. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. കാരണം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പറിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം താഴത്തെ ലെയർ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിൽ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഞാൻ ആ സ്റ്റിക്കേഴ്സൊക്കെ ഇതിന് മേലെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബുക്കിലേക്ക് ഒന്നും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഫൈനലായിട്ട് ഓക്കെ ആയപ്പോഴാണ് ഞാൻ ഈ ഒരു ബുക്കിലേക്ക് ഒട്ടിച്ചത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ എൻഡ് ഭാഗത്തൊക്കെ നമ്മൾ ഗോൾഡനും അതുപോലെ തന്നെ മെറ്റാലിക്കും നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറുതായിട്ടൊരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാട്ടോ ഇത് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിലുള്ളതൊക്കെ പൗഡേഴ്സാണ്. അപ്പോൾ ഇത് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കുന്ന ആ ഒരു സമയത്ത് വാങ്ങിച്ചത്, ഒരു 10 years ബാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഗോൾഡനും മെറ്റാലിക്കും ഒക്കെ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നത്. മീഡിയം സെപ്പറേറ്റും പൗഡർ സെപ്പറേറ്റും ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങിച്ച് വെച്ചത് പൗഡർ ആയതുകൊണ്ട് ഒന്നും ഡാമേജ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എക്സ്ട്രാ നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഗോൾഡും ഒക്കെ വാങ്ങിക്കാറുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഡയറി ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഈ പൗഡർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ വാർണിഷ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഡെക്കോപ്പേജ് ഗ്ലൂ ആണ് നമ്മളിതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പേപ്പേഴ്സ് കൊടുക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ സെയിൽ ചെയ്യാനല്ലാണ്ട് നമ്മുടെ ആവശ്യത്തിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഡെക്കോപ്പേജ് ഗ്ലൂവോ അല്ലെങ്കിൽ വാർണിഷോ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മളെ ഫെവിക്കോൾ തന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ള ടൂൾസും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് പാക്ക് ചെയ്യുക എന്നുള്ളതുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ടൂൾസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്നാലും മുഴുവനായിട്ട് ഞാനിപ്പോൾ ഏതെങ്കിലും അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തുണ്ടോ എന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്ത എല്ലാ ടൂൾസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കളർ ചെയ്യാനും അതുപോലെ ഡസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു സൂചി പോലുള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് +2 ബയോളജിയുടെ ആ ഒരു കിറ്റ് വാങ്ങിക്കൂല്ലേ നമ്മൾ സുവോളജിക്കുള്ള, അപ്പോൾ അതിലുണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഹോൾ ഇട്ടിട്ടുള്ള ഈ ഒരു റിങ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പേപ്പർ ബാഗിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണത്. അപ്പോൾ അത് ഇങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡയറിയുടെ മുകളിൽ വെച്ചിട്ടുള്ള ചെറിയൊരു ടാഗ് ഉണ്ടല്ലോ, അതിന് ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണ് നോർമലായിട്ടുള്ള പഞ്ച് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡയറി പാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ക്ലിം വാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്യുക. കാരണം പൊടിയൊന്നും അതിലേക്ക് പിടിക്കാതിരിക്കാനും പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഗ്ലൂവോ അല്ലെങ്കിൽ കളറൊക്കെ ഉണങ്ങാണ്ട് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കാണാണ്ട് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊട്ടി ആകെ ഡയറി നാശമായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനും കൂടെയാണ് നമ്മൾ ക്ലിം വാപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും വാപ്പിംഗ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് പൊതിഞ്ഞ് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ബബിൾ വാപ്പും അതുപോലെ തന്നെ ചുറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പാക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ കാർഡ്ബോർഡ് ബോക്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലിട്ടിട്ട് നമുക്ക് പാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ വിചാരിച്ചിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ലോ കോസ്റ്റിൽ എങ്ങനെയാണ് പാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ക്രാപ്പ് ബുക്കിൻ്റെ പാക്കിങ്. അപ്പോൾ അതും ഇതിൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്കൊക്കെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്